എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സമയം അലീനയും മനുശങ്കറും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു അലീനയോടായി ചോദിക്കുന്നു, എന്നാലും എന്തായിരിക്കും അങ്കിളിന് സംഭവിച്ചത്? അലീനയാണല്ലോ ഏക ദൃക്സാക്ഷി. മറുപടിയായി അലീന, സാറ് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്തോ സംശയം തോന്നിയതാണ്. കാരണം അന്ന് സാറിൻ്റെ മുറി ചെന്ന് നോക്കിയപ്പോൾ ആകെ അലങ്കോലമായിരുന്നു. എന്തോ ദേഷ്യം വന്നിട്ട് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് എന്ന പോലെ. ഇത് കേൾക്കുന്ന മനു, അപ്പോൾ യാത്രയ്ക്ക് മുമ്പ് തന്നെ അങ്കിളിൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു. ആരോടോ വഴക്കിട്ടിട്ടാണ് പോയതെന്ന് തോന്നുന്നു. പോകാനുള്ള തീരുമാനം വളരെ പെട്ടെന്നെടുത്തതായി തോന്നി. കാരണം അതിന് തൊട്ട് മുമ്പേ വരെ വളരെ ശാന്തനായിരുന്നു സാറ്. ഊണ് കഴിക്കാൻ വന്നപ്പോഴത്തേന് എന്നെ ഒപ്പം ഇരുത്തി, എന്നിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് കറിയൊക്കെ വിളമ്പി തന്നു. അങ്ങനെ പിന്നെ ഊണ് കഴിഞ്ഞപ്പോഴത്തേന് സാറിൻ്റെ റൂമിലിരുന്ന് കത്രിക എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാനത് എടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേന് എന്നോട് പരാതി പറഞ്ഞു, സാറിനോടൊന്നും പറയാതെ മറച്ചു വെച്ചതിന്. അങ്ങനെ ശാന്തനായിട്ട് മാത്രം എന്നോട് പെരുമാറിയിരുന്ന ആളാ ഇന്ന് എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നോട് മാറി നിൽക്കാൻ വരെ പറഞ്ഞു. ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടു. മുത്തശ്ശിയോടൊക്കെ വല്ലാത്ത രീതിയിലാണ് സാറ് പെരുമാറിയത്. അവിടെ ഡൈനിങ് ടേബിളിൽ മദ്യക്കുപ്പിയായിട്ട് വന്നിരുന്ന് വീണ്ടും കുടിച്ചോന്നേ. ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഒരു നോട്ടവും പെരുമാറ്റവും എല്ലാം. ഞാനാണെങ്കിൽ ബെഡ്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കയ്യിലൊരു തോക്കും പിടിച്ച് നിൽക്കുവാണ് അലമാരിയുടെ അടുത്തായി. ഇതെല്ലാം കേൾക്കുന്ന മനു, അങ്കിളിനൊരു പിസ്റ്റളുണ്ട്, ലൈസൻസ് ഉള്ളതാണ്. ഇത് കേൾക്കുന്ന അലീന, അപ്പോൾ അങ്കിൾ അങ്ങനെ പെരുമാറിയതിൻ്റെ അർത്ഥം ആരെങ്കിലും വെടിവെച്ച് കൊല്ലണം അങ്ങനെ വല്ലതുമായിരിക്കുമോ? അങ്ങനെ ആയിരിക്കില്ലെന്ന് തന്നെ മനു പറയുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നുകയാണ്. ആരെയോ കൊല്ലാനുള്ള പ്ലാൻ അങ്കിളിനുണ്ടെന്ന് അലീന പറയുന്നു. മറുപടിയായി മനു, തോക്ക് വെറുതെ എടുത്തു നോക്കിയതായിരിക്കുമെന്ന് പറയുമ്പോൾ അലീന, ആ സമയത്തോ? അത്രയും ടെൻഷൻ അടിച്ച് ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴോ? അതൊന്നുമല്ല, എന്തോ ഒരു വലിയ ഷോക്കിംഗ് സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. സാർ എവിടെയായിരുന്നു 2 ദിവസമെന്ന് അലീന മനുവിനോടായി ചോദിക്കുന്നു. കാരണം പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. മറുപടിയായി മനു, അങ്കിൾ പറയാതെ നമുക്കൊന്നും തന്നെ അറിയാൻ കഴിയില്ല. ആൻറ്റിയോട് വഴക്കിട്ടതായിട്ട് ആൻറ്റി പറയുന്നുമില്ല. പിന്നെ രോഹിത്തിനോട് വല്ല വഴക്കുണ്ടായിരുന്നേ പോലും അങ്കിൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല. ഇനി ചിലപ്പോൾ ബിസിനസ്സിൽ വല്ലോ ചതിയോ വെട്ടിപ്പോ തട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും. ആ സാരമില്ല, ഇനി എന്തായാലും പയ്യെല്ലാം നേരെയായിക്കോളൂ എന്ന് മനു പറയുന്നു. ഈ സമയത്ത് അവർ വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അലീനയെ ഡ്രോപ്പ് ചെയ്യാനായി വീട്ടിലെത്തിയ പാടെ മനുശങ്കർ രോഹിത്തിനെ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ എടുത്തിടൻ തന്നെ മനുശങ്കർ രോഹിത്തിനോടായി ചോദിക്കുന്നു, നീ എവിടെയാണെന്ന്. മറുപടിയായി രോഹിത്ത്, ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയം മനു രോഹിത്തിനോടായി ചോദിക്കുന്നു, ബാലനാങ്കിള് ഇവിടെ പോകുന്നതിന് മുമ്പായിട്ട് നീയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അന്നേരം ഇല്ലല്ലോ, അച്ഛൻ എന്നെ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ എന്ന് രോഹിത്ത് പറയുമ്പോൾ, അങ്കിള് ഇവിടുന്ന് പോയ ദിവസത്തെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് മനു പറയുന്നു. അതിന് പക്ഷേ ഞാനന്ന് കോളേജിൽ പോയിരിക്കുമായിരുന്നല്ലോ എന്ന് രോഹിത്ത് പറയുമ്പോൾ, നിന്നോട് ഫോണിൽ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് മനു തിരക്കുന്നു. ഇല്ല മനുവേട്ടാ, എന്താ പ്രശ്നമെന്ന് രോഹിത് ചോദിക്കുമ്പോൾ, നീ വേഗം തന്നെ ദേവമാത ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ഇത് കേൾക്കുന്ന രോഹിത്ത്, അതിനിപ്പോൾ ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? രോഹിത്തിൻ്റെ ഈ മറുപടി കേൾക്കുന്ന മനു, നിനക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലേ രോഹി? അച്ഛൻ എപ്പോഴാണ് തിരിച്ചു വന്നത്? തിരിച്ചു വന്നിട്ട് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലായത്? ഇപ്പം എങ്ങനെയുണ്ട്? ഇതൊന്നും തന്നെ നിനക്കറിയണ്ട. മനുവേട്ടനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാൻ അച്ഛനോട് ഒരു വഴക്കിനും പോയിട്ടില്ലെന്ന് രോഹിത്ത് പറയുന്നു. ഞാൻ കാരണമാണ് അച്ഛൻ ആരോടും പറയാതെ വീട് വിട്ടുപോയത്. ഇതിപ്പോൾ ഞാൻ അച്ഛനെ ഏതാണ്ട് ചെയ്ത പോലെയാണല്ലോ മനുവേട്ടൻ്റെ കുറ്റപ്പെടുത്തൽ. എടാ, അതൊക്കെ മനസ്സിലാകണമെങ്കിൽ മനസ്സിൽ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്ന് മനു പറയുന്നു. നീ കഞ്ചാവ് വലിക്കോടാ രോഹി എന്ന് മനു ചോദിക്കുന്നു. മറുപടിയായി രോഹിത്ത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയെ വെച്ച് കെട്ടരുത്. ഇപ്പം തന്നെ ഞാൻ ഏതാണ്ട് തൃപ്തിയായിട്ട് നിൽക്കുക. നിങ്ങൾക്കൊക്കെ കുതിര കയറാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് രോഹിത്ത്. മറുപടിയായി മനു, എടാ രോഹിത്തെ, വിധിക്കുന്നത് മാത്രമേ കൊയ്യാൻ പറ്റൂ. നീ ആദ്യം അത് മനസ്സിലാക്ക്. അടിച്ചു പൊളിച്ച് നടക്കണം, കണ്ട പെണ്ണുങ്ങളുടെ പുറത്ത് കയറണം, ഇതൊക്കെയല്ലേ നിന്റെ ചിന്ത. ദേഷ്യം വന്ന രോഹിത്ത്, മനുവേട്ടന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ദേഷ്യം വന്ന മനു, നിന്റെ തന്ത ദേവമാത ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടപ്പുണ്ട്. വേറൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് മനു കോൾ കട്ട് ചെയ്യുന്നു. കോള് വെച്ച ശേഷം മനുശങ്കറും മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടെ ഈ സമയം അലീന മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. ഈ സമയം മുത്തശ്ശി മനുവിനോടായി, എൻ്റെ മോനെ ബാലന് എന്തോ പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറ്റാതിരുന്നത് തന്നെ ഭാഗ്യമെന്ന് മനു പറയുന്നു. ബാലന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഇവള് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല, അതാ നിന്നോട് ഞാൻ ചോദിച്ചേ. മറുപടിയായി മനു, ഒരു കുഴപ്പമില്ലാത്തൊരാളെ വെറുതെ ആരും ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റില്ലല്ലോ. കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ പരിഹരിച്ചു വരികയാണെന്ന് മുത്തശ്ശിയോട് പറയുന്നു. ബാലന് ശരിക്കും എന്താണ് പറ്റിയതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മറുപടിയായി മനു, കാർഡിയാക് അറസ്റ്റ് അഥവാ ഹാർട്ട് അറ്റാക്ക്, ഈ ഹൃദയസ്തംഭനം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറില്ലേ. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി, ബാലൻ ഇവിടെ ഇരുന്ന് കള്ള് കുടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊന്നും ശരിയാവത്തില്ലല്ലോ എന്ന്. അല്ല,
അവൻ എവിടെയായിരുന്നു 2 ദിവസം? അതിനെപ്പറ്റി വല്ലോ നിങ്ങൾക്ക് അറിയാവോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. മറുപടിയായി മനു, ഒന്നും അറിയത്തില്ല മുത്തശ്ശി. ബാലനങ്കിള് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരുമല്ലേ കണ്ടിട്ടുകൂടിയുള്ളൂ. ഈ പെങ്കൊച്ചാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ എന്ന് അലീനയെ നോക്കി മുത്തശ്ശി പറയുന്നു. അവൻ അവിടെ വീണു കിടപ്പുണ്ടെന്ന് ആരെങ്കിലും തന്നെ അറിയുമായിരുന്നോ? അഥവാ അങ്ങനെ അറിഞ്ഞാൽ തന്നെ അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനുള്ള അറിവും ധൈര്യവും ഒക്കെ വേണ്ടേന്ന് മനു പറയുന്നു. അലീന കൃത്യസമയത്ത് വേണ്ടതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്കിളിപ്പോൾ ജീവനോടിരിക്കുന്നതെന്ന് മനു. ഡോക്ടേഴ്സിന് അതറിയാം. ഇത് കേൾക്കുന്ന മുത്തശ്ശി, ഇതുകൊണ്ടെങ്കിലും വൈജയ്ക്ക് ഇവളോടുള്ള ദേഷ്യം തീർന്നാൽ മതിയായിരുന്നു. മറുപടിയായി അലീന, ആ നന്നായി. ഇതിപ്പോൾ ഞാൻ അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് മാഡത്തിന് ദേഷ്യമായത്. നീ എന്നെ കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. നേരാണോ മനു എന്ന് മുത്തശ്ശി മനുവിനോട്. മനുശങ്കറും അത് ശരിവെക്കുന്നു. അലീന അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആൻറ്റിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെക്കാട്ടിലും ഭേദം അങ്കിൾ ആ ബെഡ്റൂമിൽ തന്നെ കിടന്ന് തട്ടിപ്പോകുന്നതായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലെന്ന് മാത്രം. ചിലപ്പോൾ അതും അലീന കേൾക്കേണ്ടി വന്നെന്നിരിക്കും. ഇത് കേൾക്കുന്ന മുത്തശ്ശി, എൻ്റെ ഭഗവാനെ, അവൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാണ്ടുമായോ? ഒരാൾ നല്ലത് ചെയ്താലും ദോഷമായിട്ടേ കാണുമെന്ന് വെച്ചാൽ അത് എന്നതാ? അത് രോഗം തന്നെയാണ് മുത്തശ്ശി. ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് പണ്ട് തന്നെ ചികിത്സിക്കേണ്ടതായിരുന്നു എന്ന് മനു. ആൻറ്റി ഇന്നേ വരെ ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞ് മുത്തശ്ശി കേട്ടിട്ടുണ്ടോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇനി ഞാൻ കേൾക്കാതെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ സമയം അലീന സംസാരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോകാനിരുന്നവളാ. മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞു. ബാലചന്ദ്രൻ സാറ് വരാത്തോണ്ട് മാത്രമാണ് പോകാതിരുന്നത്. എന്നാൽ ഞാൻ നാളെ രാവിലെ പൊക്കോട്ടെ എന്ന് അലീന. ബാലചന്ദ്രൻ സാറ് എന്തായാലും സുഖപ്പെട്ടു വരും. പിന്നെ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാനെന്തിനാ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വെറുതെ ശ്വാസം മുട്ടുന്നത്? എന്തായാലും അങ്കിള് ഹോസ്പിറ്റലിൽ വിട്ട് വരട്ടെ. അതുവരെയും ഈ വീട് നോക്കാൻ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും വേണം. സാറ് ഡിസ്ചാർജായി വരണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടി വരില്ലേ എന്ന് അലീന. അതുവരെ ഏതായാലും ഇവിടെ ആൻറ്റിയുടെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് മനു അലീനയോട്. ആൻറ്റി ഹോസ്പിറ്റലായിരിക്കും, എന്താ അത് പോരെ എന്ന് മനു. എന്നാലും ഇടയ്ക്ക് ഇങ്ങോട്ട് വരില്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള തക്ക മറുപടി ഞാൻ കൊടുത്തോളാം. എൻ്റെ അടുത്ത് ആൻറ്റി മുരട്ട് ന്യായം കൊണ്ട് വരത്തില്ല, അതറിയാലോ അലീനയ്ക്കെന്ന് മനു ചോദിക്കുന്നു. മുഖത്ത് അടിക്കുന്ന മാതിരി ഞാൻ പറയും, അത് ആൻറ്റി ആയാലും അമ്മയായാലും. മുത്തശ്ശിയും അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ പോണം എന്നുള്ള ചിന്ത ആദ്യം മാറ്റിവെക്ക്. അവനേതായാലും ആശുപത്രിയിൽ നിന്ന് വന്നോട്ടെ. ഏതായാലും അങ്ങനെ മതി, ഞാനില്ലേ കൂടെയെന്ന് മനു. ഈ സമയം രോഹിത് ഹരിശങ്കറിനെ കാണാൻ വന്നിരിക്കുകയാണ്. രോഹിത് ഹരിശങ്കറിനോടായി പറയുന്നു, എടാ അച്ഛൻ ഹോസ്പിറ്റലായെന്ന് നീ അറിഞ്ഞോ? ഞാനതൊക്കെ എപ്പോഴേ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? മറുപടിയായി ഹരിശങ്കർ, എടാ അങ്കിൾ ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കും, നാളെ എഴുന്നേറ്റ് നടക്കും എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം വെറും ചെറിയ കാര്യമാണ്. എടാ അങ്ങനെയല്ല, വളരെ സീരിയസ് ആണെന്നാണ് മനുവേട്ടൻ പറഞ്ഞതെന്ന് രോഹിത് പറയുമ്പോൾ, മനുവേട്ടന് ചെറിയൊരു മുട്ടുസൂചി കൊണ്ടാലും വലിയ കാര്യമാണെന്ന് ഹരിശങ്കർ കളിയാക്കൽ രൂപേണ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കുലുക്കി സർബത്ത് പറയാമെന്ന് ഹരിശങ്കർ പറയുമ്പോൾ, വേണ്ട, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നീ ഹോസ്പിറ്റലിൽ ചെന്നാലും അങ്കിളിനെ കാണാനൊന്നും കയറരുത് കേട്ടോ. നിന്നെ കണ്ടാൽ ചിലപ്പോൾ ഒരറ്റാക്കും കൂടി അങ്കിളിന് വന്നെന്നിരിക്കും. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന രോഹിത്, എടാ കൂട്ടിൽ ആളാവില്ലടാ മോനെ, നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക്? ഞാനെങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞ് ഹരിശങ്കർ ഒഴിഞ്ഞു മാറുന്നു. നിൻ്റെ അച്ഛൻ എന്നെ കാണാതിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഹരി പറയുന്നു. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പുറപ്പെടുന്നു. ഈ സമയം വൈജ ഗംഗേട്ടനെ വിളിച്ചിരിക്കുകയാണ്. ഫോൺ എടുത്തിടം തന്നെ ഗംഗേട്ടൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നു. അത് തടഞ്ഞുകൊണ്ട് വൈജ, ഞാൻ വിളിച്ചത് 2 കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഗംഗേട്ടൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ വിവരം വല്ലതും അറിഞ്ഞോ? മറുപടിയായി വൈജ, ബാലേന്ദ്രൻ തിരിച്ചെത്തി, അതാണ് പറയാനുള്ള ഒരു കാര്യം. 2ാമത്തെ കാര്യം, ബാലേന്ദ്രന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അതിപ്പോൾ സംഭവിച്ചു എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ, ഇന്ന് രാവിലെ എന്ന് വൈജ. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഗംഗേട്ടൻ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അയാൾ എവിടെ പോയിരുന്നതാണെന്ന് പറഞ്ഞോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, പോയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടില്ലെന്ന് വൈജ. കണ്ടില്ലെന്നോ? അതെന്താ അങ്ങനെ? ബാലചന്ദ്രൻ വരുന്നതിന് മുമ്പേ ഞാൻ ബാങ്കിൽ പോയി. ഞാൻ ബാങ്കിൽ നിന്ന് തിരിച്ചതിന് മുമ്പേ തന്നെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലുമായി. അയാൾ 2 ദിവസം എവിടെയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ഗംഗേട്ടൻ എടുത്തു ചോദിക്കുന്നു. സംസാരിച്ചില്ല ഗംഗേട്ട. ഇന്നലെ രാത്രി ബാലേട്ടൻ ഗോവർദ്ധനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ പോയിരിക്കുകയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, കോയമ്പത്തൂര്? അവിടെ എന്തിനു പോയി? ഒന്നും അറിയില്ല, ഗോവർദ്ധനോടും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്ന് വൈജ. അപ്പോൾ ഗംഗേട്ടൻ, ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാൻ ഇപ്പോൾ എന്താണ് കാരണം? കണ്ടമാനം കുടിച്ചു ഗംഗേട്ട. 2-3 ദിവസമായിട്ട് നോൺ സ്റ്റോപ്പ് കുടിയായിരുന്നു. ഇന്ന് വന്നപ്പോഴും കുടിച്ചിരുന്നു, കയ്യിലും കുപ്പിയുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയാളൊരു മദ്യപാനി അല്ലല്ലോ വൈജെ.
കുടിക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ഗംഗേട്ടൻ. മറുപടിയായി വൈജ, ഇവിടെ ഞങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഗംഗേട്ടനൊന്ന് ഇവിടം വരെ വരുമോ എന്ന് വൈജ ചോദിക്കുന്നു. മറുപടിയായി ഗംഗേട്ടൻ, അയാളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? ഡോക്ടർമാരോട് ചോദിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാനും മലതിയും കൂടി അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരാമെന്ന് ഗംഗേട്ടൻ പറയുന്നു. ഉറപ്പായിട്ടും വരണം. എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് മെച്ചം? 3 പേരും 3 ദിക്കിലാണ്. വിളിച്ചാൽ പോലും കിട്ടില്ല. ഗംഗേട്ടൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾ വരാതിരിക്കില്ലല്ലോ. അമ്മയെ കണ്ടിട്ടും കുറേ ആയില്ലേ. എന്നാ ഞാൻ കട്ട് ചെയ്യുക. വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നാൽ ശരി, വെച്ചോളൂ എന്ന് ഗംഗേട്ടൻ. ഉടനെ തന്നെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കുന്നു. ഈ സമയം രോഹിത് വൈജയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. രോഹിത്തിനെ കണ്ടതും വൈജ, നീ എപ്പോൾ എത്തി? 5 മിനിറ്റായി. ഞാൻ അമ്മ ഫോൺ ചെയ്യുന്ന സ്റ്റൈല് കണ്ട് നിന്നതാണെന്ന് പറയുന്നു. അച്ഛൻ്റെ വിവരം നീ അറിഞ്ഞു എന്ന് വൈജ ചോദിക്കുന്നു. മനുവേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് രോഹിത്. അച്ഛൻ എന്തു പറ്റിയതാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാമെന്ന് താല്പര്യമില്ലാത്ത മട്ടിൽ വൈജ രോഹിത്തിനോട് കണ്ടിടത്തൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് കള്ളം കുടിച്ച് നടക്കുകയല്ലായിരുന്നോ? ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കാൻ മാത്രം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിന്റെ അച്ഛൻ്റെ ഹെൽത്തൊക്കെ ക്ലിയർ ആയിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. അച്ഛന് എന്ത് വേണമെങ്കിലും ആവുമല്ലോ എന്ന് രോഹിത്. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്ത ക്രൂരമായ ശിക്ഷ. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന വൈജ, നീ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കുവാണോ? നീ നല്ലവനാണെന്നാണോ നിന്റെ വിചാരം? മറുപടിയെ രോഹിത്, എൻ്റെ അമ്മ ഞങ്ങളൊക്കെ സ്റ്റുഡൻസാണ്. പിള്ളേർക്ക് ചെറിയ തെറ്റൊക്കെ പറ്റും. അതുപോലെയാണോ മെച്യൂരിറ്റിയുള്ള അച്ഛനും അമ്മയൊക്കെ? നിങ്ങൾക്കൊരിക്കലും തെറ്റ് പറ്റാനൊന്നും പാടില്ല. ഇപ്പോൾ വൈജ രോഹിതിനോടായി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അച്ഛൻ നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ കുടിച്ച് നശിക്കുന്നത്. നീയും ഹരിയുമായിട്ട് ചേർന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? അച്ഛൻ്റെ ഹാർട്ട് ഇഷ്യൂവിന് കാരണം നീ തന്നെയാണ്. ഇതൊക്കെ കേൾക്കാനാണോ എന്നെ വിളിച്ചപ്പോൾ ഉടനെ ഞാൻ വന്നതെന്ന് രോഹിത്. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് രോഹിത്. അത് തടയുകയാണ് വൈജ. നീ പിന്നെ എന്തിനു വന്നു എന്നാണ് എൻ്റെ ചോദ്യം. അച്ഛനെ ഇത് കാണണമെന്ന് വിചാരിച്ചു. എന്തായാലും കാണാൻ പറ്റത്തില്ലല്ലോ. കാണാം, വൈകുന്നേരം 5 മണി കഴിഞ്ഞെന്ന് വൈജ. ഐസിയുവിലായതുകൊണ്ട് ഒരാൾക്ക് ഒരു തവണ, അതും വെറും 5 മിനിറ്റ്. കുറച്ച് സമയം ആലോചിച്ച ശേഷം രോഹിത്, എന്നാലും ഞാൻ പോവാ, വെറുതെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ടെൻഷൻ കൂട്ടണ്ടല്ലോ. ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ, എടാ നീ ഇതെങ്ങോട്ട് പോവാ? ഞാൻ ആകെ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മറുപടിയായി രോഹിത്, അറിഞ്ഞും കേട്ടും ആളുകളൊക്കെ ഇങ്ങ് വന്നോളും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അഥവാ അച്ഛൻ കണ്ണു തുറന്നാൽ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് മുങ്ങുന്നു. രോഹിത് പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് വൈജ. ഈ സമയം ഗംഗേട്ടനും മാലതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷനും കിട്ടുന്നില്ല. അപ്പോൾ മാലതി, ഇതിലിപ്പോൾ ഇത്ര ആലോചിക്കാൻ എന്താണ്? ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വൈജ അവിടെയില്ല. അവള് ബാങ്കിൽ പോയി. അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ബാലേന്ദ്രൻ വൈജയെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്ന സംശയത്തിൽ മാലതി ചോദിക്കുന്നു. അതെങ്ങനെയായിരുന്നിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലെന്ന് ഗംഗേട്ടൻ. അതായിരുന്നു അയാളുടെ മാനസികാവസ്ഥ. ആ കാർഡിയാക് അറസ്റ്റ് തൽക്കാലം അയാളെ രക്ഷിച്ചു. വൈജയും രക്ഷിച്ചു, ആ ഫാമിലിയും രക്ഷിച്ചു. അത് നന്നായി എന്നാണ് ഇപ്പോൾ പറയുന്നതെന്ന് മാലതി. മറുപടിയായി ഗംഗേട്ടൻ, ഒരു കണക്കിന് നന്നായി. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒന്നും ഭയപ്പെടാനില്ല. അത് ശരിയാ. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് എന്തായിരിക്കുമെന്ന് മാലതി. അതിനിപ്പോൾ എന്ത് സമയമെടുക്കും? അത് ചിലപ്പോൾ 2 ആഴ്ച വേണ്ടി വന്നേക്കും. അതിനകം ബാലചന്ദ്രനെ മെരുക്കിയെടുക്കണമെന്ന് ഗംഗേട്ടൻ. പക്ഷേ അത് കാട്ടുമൃഗത്തെ മെരുക്കുന്നതിനെക്കാട്ടിലും പ്രയാസമാണ്. ഇത് കേൾക്കുന്ന മാലതി, 2 ആഴ്ച ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ അങ്ങനെ കിടക്കേണ്ടി വരുമ്പോൾ ബാലേട്ടന് ഒരു ബധമൊക്കെ വന്നു കാണുമായിരിക്കും എന്ന് മാലതി. നമുക്കേതായാലും അവിടം വരെ ഒന്ന് പോകാമെന്ന് ഗംഗേട്ടൻ പറയുന്നു. അയാളെയും വൈജയും താങ്ങി നിർത്താൻ വേറെ ആരും തന്നെ ഇല്ലല്ലോ. ശിവനും രാജീവനും ഒക്കെ എബ്രോഡല്ലേ. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് എവിടെ താമസിക്കും, എന്ത് ചെയ്യും, അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനെന്ന് മാലതി. നമുക്ക് തറവാട്ടിൽ താമസിക്കാം. കമലയും മനുവും ഹരിയും ഒക്കെ ഉണ്ടല്ലോ അവിടെ. അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ. അവിടെ ഏതായാലും വേണ്ട, അയാൾ ഡൊമിനേറ്റ് ചെയ്യും. ഇവിടെ വന്നപ്പോഴുള്ള പ്രകടനമൊക്കെ കണ്ടതല്ലേ. അയാളേതായാലും ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലെന്ന് ഗംഗേട്ടൻ തുടരുകയാണ്. എൻ്റെ ഒരു ഊഹം അയാൾ കുടുംബം നശിക്കുന്ന രീതിയിൽ യാതൊന്നും തന്നെ ചെയ്യില്ലെന്നാണ്. പക്ഷേ അയാൾ ഇനി വൈജയെ സ്നേഹിക്കുമോ? സൗമ്യമായിട്ടൊന്ന് സംസാരിക്കുക പോലും ചെയ്യുമോ? ഒരിക്കലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അയാളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും തീപ്പൊരി തന്നെ ഉണ്ടാകും. ഗംഗേട്ടനോട് എത്രയധികം റെസ്പെക്റ്റുള്ള ആളായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചതോ? എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? വൈജ എങ്ങനെ സർവൈവ് ചെയ്യുന്ന എനിക്കൊരു പിടിയില്ലാത്തത്. അവൾക്കിനി സമാധാനമൊന്നും ഉണ്ടാകില്ല. എന്തായാലും ബാലേന്ദ്രൻ ഇതുവരെയും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏതായാലും ഒന്നും പറയാൻ സാധ്യതയില്ല. വൈജയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ നമുക്ക് അവളെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതെല്ലാം കേട്ടിരുന്ന മാലതി, എന്തൊക്കെ പ്രശ്നങ്ങളാ.
ബാലേന്ദ്രൻ ഇനി ഡിവോഴ്സിനൊക്കെ പോകുമോ?